വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകൾക്കപ്പുറത്ത് പ്രതീക്ഷയുടെ പൊൻപുലരിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുനാളാണ് ഉദ്ധാന തിരുനാളെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ദുഃഖവെള്ളികൾ കടന്നുപോകും, ദുഃഖശനികൾ കടന്നുപോകും, അതിൻ്റെ അപ്പുറത്ത് നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഉത്ഥാനമുണ്ട്. ശുഭാപ്തി വിശ്വാസിയായിരിക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. ദൈവം ഉത്ഥിതനായ ഈശോ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികൾ, അനിശ്ചിതത്വങ്ങൾ, സംഘർഷങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയിൽ ഇന്നത്തെ ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഈസ്റ്ററിന്റെ സന്ദേശം കൂടുതൽ പ്രസക്തമാണെന്ന് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. സഹനങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഒളിച്ചോടുന്നതല്ല, ഏറ്റെടുത്ത് അവയെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലെ ജീവിതത്തിലെ വിജയം. ആ ഉത്ഥാന തിരുനാളിന്റെ വിജയം അത് നമ്മുടെ വിജയമായി തീരട്ടെ. ഈശോയുടെ ഉദ്ധാനം നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ഈശോയുടെ പുനരുത്ഥാനം ഒരു നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. ഈ ഉത്ഥാന തിരുനാള് സമാധാനവും സന്തോഷവും ആശംസിക്കുമ്പോൾ അത് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നാം ഇടപെടുന്ന തലങ്ങളിലും സമൂഹങ്ങളിലും സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാനായിട്ട് കഴിയണം. പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകാൻ ഈസ്റ്റർ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം പുനഃസൃഷ്ടിക്കാനുള്ള പ്രചോദനമാകട്ടെ ഈസ്റ്റർ എന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗ്യൻ കുര്യാക്കോസ്. ലോക സമാധാനത്തിനായി ക്രൂശ് എടുക്കാനും ആ ക്രൂശിന്റെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ മാർഗത്തിലൂടെ ജീവിതം പുനഃസൃഷ്ടിക്കാനും ഈ സമൂഹത്തെ വീണ്ടെടുക്കാനും ഇന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നു. ഈശോയുടെ ഉയർപ്പ് വ്യക്തിയെ സംബന്ധിച്ച് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട വസ്തുതയാണെന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. ഈശോയുടെ ഉയർപ്പ് ഒരു ചരിത്ര സംഭവം മാത്രമല്ല. ഈശോയുടെ ഉയർപ്പ് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു വസ്തുതയാണ്.